മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. നിന്നെ ഇവിടെയൊക്കെ ഓർത്തിട്ട, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ കളഞ്ഞേനെ. അമ്മേ, വിഷമിക്കാതെ, ഞങ്ങളുണ്ട് കൂടെ. എന്റെ സിദ്ധു ജയിലിൽ കഴിയുമ്പോ എനിക്ക് എങ്ങനെ ഇവിടെ സമാധാനത്തോടെ കഴിയാൻ പറ്റും? അമ്മേ, എന്താ ഇവിടെ? എന്തിനാ കരയുന്നെ? അമ്മേ, നമുക്ക് നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കണ്ടേ? ഉള്ളത് പറയാലോ, അച്ഛൻ ജയിലിലായതില് ഞാൻ ഹാപ്പിയാ. കാരണം ബലരാമൻ സാറ് എനിക്കും അത്രയും ബഹുമാനമുള്ള ആളാ. അദ്ദേഹത്തിനെ കൊന്ന ആള് അനുഭവിക്കണം. പക്ഷെ കാര്യം എന്തായാലും കൊന്നത് എന്റെ അച്ഛനല്ലേ? അപ്പോ ഒരു മകളുടെ ധാർമ്മികമായ പിന്തുണ കൊടുക്കണമല്ലോ. ആ സപ്പോർട്ട് അറിയിക്കാൻ വന്നതാ. നമുക്ക് ഉടനെ ഒരു വക്കീലിനെ കാണണം. സിദ്ധു ജയിലിലായതിൽ നീ ഹാപ്പി അല്ലേ? വേണ്ട, നീ നേരെ ചെന്ന് കേസ് കൊടു. എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, കൊണ്ട് കൊടുക്കണേ. സിദ്ധുവിനൊരു കൂട്ടായിട്ട് ഞാനും ജയിലിൽ പോവും. ഇനി നീ പടി ചവിട്ടിയ നിന്നെ തീർക്ക ഞാൻ. തീർക്ക് കാണട്ടെ. എന്റെ മോളെ നീ കുത്തി കൊല്ലാൻ നോക്കിയല്ലേ? എല്ലാവരും കണക്ക് കുറിച്ച് വെച്ചോ. വീട്ടിലെ ഞാൻ ഒന്നിനെ. മാഡം, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ആൾക്കാരിൽ ഒരാളാ ഈ ബലരാമൻ സാറ്. ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ മനസ്സിൽ ഇത്രയും സങ്കടം വരുന്നേ.
ഇത്രയും വിഷമമുണ്ടെങ്കിൽ മാഡത്തിന്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പറ്റും. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാ ഇങ്ങനൊരു സാഹചര്യം പോലും. അദ്ദേഹത്തിന്റെ ആത്മാവ് മാഡത്തെ വിട്ടുപോവില്ല. നിങ്ങൾ തമ്മില് അത്രയ്ക്ക് സ്നേഹമായിരുന്നില്ലേ? മാഡം കരയല്ലേ പ്ലീസ്. മാഡം ആരാടി നീ? ഞാൻ തനുജ, സിദ്ധാർത്ഥന്റെ മകളാ. സിദ്ധാർത്ഥന്റെ ഇവളെ എന്തിനാ ഈ വീട്ടിൽ കയറ്റിയത്? ഇറങ്ങടി, ഇറങ്ങിപ്പോ. വേണ്ട, തനുജയെ സിദ്ധാർത്ഥൻ മകളായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നീ സിദ്ധാർത്ഥന്റെ രക്തമാണെങ്കിൽ ഇനി നിന്നെ സിദ്ധാർത്ഥൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നീ ഞങ്ങളുടെ ശത്രുവാ. ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു സാറിന്റെയും മാഡത്തിന്റെയും വീടായത്. ഇവിടെ ഞാൻ ആരെന്ത് പറഞ്ഞാലും അനുസരിക്കേയുള്ളൂ. ഞാൻ പൊയ്ക്കോളാം. ത്യാഗരാജ, ബാലു ജീവിച്ചിരുന്നപ്പോ ഈ കുട്ടിയെ സഹായിക്കാൻ പോലും ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് പറയാനുണ്ട്. അതിനുള്ള സന്ദർഭം ഇതല്ല. ഇവളെ ഉപദ്രവിക്കണ്ട, വിട്ടേക്ക്. ഇവള് കുഴപ്പക്കാരിയൊന്നുമല്ല. എനിക്കറിയാം, ഇവിടെ എല്ലാവർക്കും എന്റെ അച്ഛനോട് കടുത്ത ദേഷ്യം കാണും. ഞാൻ ചന്ദ്രത്ത് പോയിട്ട് തന്നെയാ വരുന്നത്. അതും മറച്ചു വെക്കുന്നില്ല. നിങ്ങൾക്ക് അവരോട് എത്രമാത്രം ശത്രുതയുണ്ടോ അതിലും കൂടുതൽ ശത്രുതയുണ്ട് എനിക്കവരോട്. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാരോട് നിങ്ങൾ എത്ര പ്രതികാരം ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഇറങ്ങുക മാഡം. സോറി സർ. മോളെ, വേണ്ട. അയാളുമായി ബന്ധപ്പെട്ട ആരും ഈ വീട്ടിലേക്ക് വരരുത്. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. പലരും ഞാൻ സഹായം ചോദിച്ചു വിളിച്ചു. ആരും എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കുന്ന പോലുമില്ല. ഞാൻ മുരളിയുടെ വീട്ടിലുണ്ട്. ആ, നോക്കട്ടെ. മുരളി, നന്ദ, നീ വിഷമിക്കാതെ. ഹരിയങ്കിള് പറഞ്ഞ റൂട്ടിൽ നമുക്ക് ശ്രമിക്കാം. നീ ധൈര്യമായിട്ടിരിക്കെ. അച്ഛൻ്റെ കൂടെ പാർട്ടിയിലുണ്ടായിരുന്ന പലരെയും വിളിച്ചു. ആരും കോൾ എടുക്കുന്ന പോലുമില്ല. മറ്റു ചിലര് സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ മകനാണെന്ന് പറയുമ്പോഴേ കോൾ കട്ട് ചെയ്യുക. നീ വാ, നമുക്ക് ആ യൂണിയൻ ലീഡർ ലൂയിസ് ചേട്ടനൊന്ന് കാണാം. ലൂയിസ് ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ട് ഒന്ന് രണ്ടുപേരെ കൂടെ കാണാനുണ്ട്. നീ വേഗം വാ, നമുക്ക് പോവാം. എടാ, നിന്റെ സങ്കടം അറിയാം. പക്ഷെ ഇപ്പൊ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. എടാ, ഇതൊരു വലിയ ഗൂഢാലോചനയാ. ഒരിക്കലും എൻ്റെ അച്ഛൻ ഇങ്ങനൊന്നും ചെയ്യില്ല. ഇതിന്റെ പിന്നില് മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതെ, അത് ഉറപ്പല്ലേ.
നമ്മൾ ഇതിന് പുറകിലുള്ള എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കും. ആദ്യം വേണ്ടത് സിദ്ധാർത്ഥൻ അങ്കിളിനെ പുറത്തിറക്കുക എന്നുള്ളത്. ആ ലീഡർ ലൂയിസ് ഏട്ടൻ വിചാരിച്ച അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? ലൂയിസ് ഏട്ടൻ എന്തിനും കൂടെ ഉണ്ടാവും. സിദ്ധു അങ്കിളിനെ കാണാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി തരാൻ പുള്ളിക്ക് സാധിക്കും. നന്ദൻ ഇങ്ങനെ തളർന്നു പോവല്ലേ? എനിക്കൊരു തളർച്ചയില്ല ഗൗരി. എന്റെ അച്ഛനെ പോലെ നല്ലൊരു മനുഷ്യൻ ഇതൊക്കെ അനുഭവിക്കുന്നതിന്റെ ഒരു വേദന എനിക്ക്. എടാ, ആ വേദനയെ പ്രവർത്തിക്കാനുള്ള ശക്തിയാക്കിയാൽ മതി. അച്ഛനെ ഒന്ന് കാണാൻ സാധിച്ചെങ്കിൽ കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നേനെ. ചിലപ്പോ അച്ഛനെ ബലരാമനങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ പിടിവലിയിൽ സംഭവിച്ചതായിരിക്കും. അല്ലാതെ അച്ഛൻ ഒരിക്കലും ഒരു കൊല നടത്തില്ല. എടാ, ഒക്കെ നമുക്ക് ലൂയിസ് ഏട്ടനെ മറ്റുള്ളവരെയും കണ്ടിട്ട് തീരുമാനിക്കാം. നമുക്കിറങ്ങാം. നീ വാ, ബാക്കി കാര്യങ്ങൾ പോകുന്ന വഴിക്ക് സംസാരിക്കാം. നീ വാ. ചെല്ലുന്നെന്താ? എന്താ ഇപ്പൊ ചെയ്യാ? ഇപ്പൊ കാണാൻ പോകുന്ന ഒരു സഹായിച്ചാൽ മതിയായിരുന്നു. നീ ടെൻഷൻ ആവാതിരിക്കുക. സിദ്ധുവങ്ങളെ നമ്മൾ പുറത്തു കൊണ്ടുവരും. എന്താ തെമ്മാടത്തിന് വഴി കാണിക്കുന്നേ? മുരളി, ഇതെന്തോ പണിയാണെന്നാ തോന്നുന്നേ. എന്താടാ? പിടിച്ചു കയറണവനെ. ഭാർഗവി ആന്റി. ആ, നിങ്ങളായിരുന്നോ? എന്താ? നീ പോയി കാര്യം പറ. എന്താ നിഷേ? ആന്റി നിങ്ങൾ വന്നേ, നമുക്ക് ഒരിടം വരെ പോവാം. ആ, ആഴിമല ക്ഷേത്രത്തിൽ പോവാനാണോ? അത് തിങ്കളാഴ്ചയല്ലേ? അതല്ല, നമുക്കൊന്ന് ആശുപത്രി വരെ പോണം. എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നേ? അത് എന്താടാ? എന്താ മുരളി എന്തി? അത് മുരളി ഒന്ന് വീണു, ആശുപത്രിയിലാ. ഈശ്വര, എന്തു പറ്റിയതാടാ? വണ്ടി കൊണ്ട് പോകുമ്പോ വലുതും പറ്റിയതാണോ? അല്ല, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ വാ, നമുക്കൊന്ന് പോയിട്ട് വരാം. ഞാൻ പോയി വാതിലടിച്ചിട്ട് വരാം മോളെ. അനീഷേ, എന്താ കാര്യം? സത്യം പറ. ഗൗരി, മുരളിയെ നന്ദനെയും ഏതോ ഗുണ്ടകൾ ആക്രമിച്ചു. മുരളിയെ തല്ലി താഴെയിട്ട് നന്ദനെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയെന്ന അവിടെ നിന്നൊരാൾ പറഞ്ഞത്. നിങ്ങൾ വാ, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. നടക്ക്.
മോള് ഫോൺ പിടിച്ചേ, വേഗം വാ. എന്ത് പറ്റിയാവോ എന്റെ മോനെ? വേഗം വാരി കേറ. വാ മോളെ. പോ. അമ്മേ, ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ഒരു കോഫി എടുക്കട്ടെ അമ്മേ? വേണ്ട മോളെ, നന്ദൻ പോയിട്ട് വിവരമൊന്നുമില്ലല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്ക്. ആരെങ്കിലുമൊക്കെ കാണാനുള്ള ഓട്ടത്തിലായിരിക്കും. അതിനിടയിൽ ബുദ്ധിമുട്ടിക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുമല്ലോ. ഒന്നിനു മേലെ ഒന്നായിട്ട് ശാപം പോലെ ഓരോ ദുരന്തങ്ങൾ വന്ന് നമ്മുടെ മേലെ വീഴുകയാണല്ലോ. വിധിയെന്നൊക്കെ പറയും, പക്ഷെ ഇതുപോലൊരു വിധി ആർക്കും ഉണ്ടാവില്ല. നമ്മൾ ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ അമ്മ. എല്ലാം ദൈവം കാണുന്നുണ്ടാവും. നമുക്ക് രക്ഷ കിട്ടും അമ്മേ. ഒക്കെ ശരിയാവും. ദൈവം ഒന്നും കാണുന്നുണ്ടാവില്ല. ദൈവം തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഹൃദയം കല്ലുകൊണ്ടായിരിക്കും. കരിങ്കൽ പ്രതിമ, അത്ര തന്നെ. ന്യായസ്ഥനാണ് ദൈവമെങ്കിൽ നമ്മളെ ഇങ്ങനെ ഇട്ട് തീ തീറ്റിക്കില്ല. ഈശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ സിദ്ധു ജയിലിലാവോ? ദൈവങ്ങളെ പോലെ തന്നെയുള്ള മനസ്സല്ലേ സിദ്ധുവിനും. ആരെ രക്ഷിക്കാനല്ലേ സിദ്ധു നോക്കിയിട്ടുള്ളൂ. എന്നിട്ടോ ഇപ്പൊ ഇരുമ്പഴിക്കുള്ളിൽ ദൈവം എല്ലാം കാണുന്നുണ്ട് പോലും. ദൈവം കണ്ണടച്ചിരിക്കുക, അല്ലെങ്കിൽ അന്ധന. ഈശ്വരന്റെ പരീക്ഷണങ്ങളാണെന്നും പറഞ്ഞ് സമാധാനിക്കാമേ. പരീക്ഷണോ? അങ്ങനെ പരീക്ഷണം നടത്താൻ നമ്മൾ പരീക്ഷണ വസ്തുക്കളല്ല, മനുഷ്യരാ, സാധാരണ മനുഷ്യർ. വിഷമം കൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് എനിക്കറിയാം. പക്ഷെ അമ്മ നോക്കിക്കോ, നന്ദു നല്ല വാർത്തയിട്ട് വരും. അച്ഛനെ സഹായിക്കാൻ ആരെങ്കിലും നന്ദു കണ്ടെത്തും. ഉറപ്പാ അമ്മേ. ഗൗരിയ. ഹലോ ഗൗരി. ദേവികെ, നീ വീട്ടിലാണോ? ആ അതെ ഗൗരി. എന്താ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? അത് ഗൗരി, കാര്യം പറ. ഗൗരി എവിടെയാ? ഞങ്ങള് ഹോസ്പിറ്റലിലാ ദേവികെ. മുരളിയേട്ടന്റെ കൂടെയാ. മുരളിയേട്ടൻ എന്തു പറ്റി? ദേവികെ, എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അമ്മേ, അത് അമ്മേ. എന്താ പറ? മുരളിയേട്ടന് എന്തോ അപകടം പറ്റിയെന്ന്. എന്താ അവന്? അത് കൃത്യമായിട്ട് പറഞ്ഞില്ല. അമ്മേ, അമ്മ, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം. ഞാനും വരാം മോളെ. വേണ്ട, ഞാൻ വേഗം പോയിട്ട് വരാം.
മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.